ഞാനിവിടെ വെച്ച നോട്ട് ബുക്ക് കാണുന്നില്ലല്ലോ, ഇനി എടുത്തിനോ? ഓ, ഞാനൊന്നും എടുത്തില്ല. കുട്ടികൾ അങ്ങനെ എടുത്തിട്ടുണ്ടോ? കുട്ടികളോ അതോ നീയോ? നീ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ആ, ഞാൻ തന്നെയാണ് എടുത്തത് വെച്ചോളി. അങ്ങനെ ഇപ്പൊ നിങ്ങള് പഠിച്ച് പാസ്സാവണ്ട. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നു? ക്ലാസ്സിലെ കുട്ടികളെ പേരെന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ കേട്ടിട്ട് പഠിച്ച് പാസ്സാവും. പഠിച്ച് പാസ്സായില്ലെങ്കിൽ എന്റെ ജോലി പോകല് കുട്ടിയോ? ആ, നിങ്ങളെ ജോലി പോകണം. എന്നാലല്ലേ എനിക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. സെറ്റും നെറ്റും കേട്ടറ്റും ഒക്കെ ഉണ്ടായിട്ട് 5 കൊല്ലമായി ഞാൻ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. ഇനി കേൾക്കുന്നുണ്ടല്ലേ നിന്റെ ഭാര്യന്റെ മനസ്സിൽ? ഭിന്നശേഷിക്കാരെ പ്രശ്നം കൊണ്ട് കുറെ കാലമായി ഞാൻ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. ഇപ്പൊ കുട്ടികളും കുറഞ്ഞ് പോസ്റ്റ് പോയി. നിങ്ങൾ റിട്ടയർ ആയിട്ട് വേണം എനിക്ക് ആ പോസ്റ്റ് കിട്ടാൻ. കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത നിങ്ങളെ പോസ്റ്റ് പോകും. ആ പോസ്റ്റ് എനിക്ക് കിട്ടും. 35 ലക്ഷം എനിക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് കയറിയത്. ഞാനല്ലേ കുട്ടിയോ നിന്നോട് ചേർത്ത് തന്നത്? ആ വകയിൽ നിങ്ങൾ 2 ലക്ഷം രൂപ കമ്മീഷൻ മേടിച്ചിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. നിങ്ങളെ മോന്റെ ഭാര്യക്ക് ജോലി വേണം, നിങ്ങൾക്ക് തന്നെയല്ലേ ഇനി നിർബന്ധം? നോക്ക് പോലും പറയുന്നത് ഒക്കെ അപ്രൂവൽ ആവാൻ എന്നെ കൊല്ലാനും കൂടി മതി. എന്തിനാട കൊന്നിട്ട് ആ, നിങ്ങളിങ്ങനെ ട്രോളി നടന്നോ? റോയ് മാഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. റോയ് മാഷും കേട്ടിട്ട് കിട്ടിയില്ലേ പണിയോ? ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിന്റെ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ ഒരു പോസ്റ്റർ എഴുതിയാൽ 4 അക്ഷരം തെറ്റാ. ഈ മനുഷ്യൻ എങ്ങനെ ഒരു കേട്ടറ്റ് എഴുതിയിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അറബീന്റെ മൂസക്കോയ ഭാഷ എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നത്. സംഘടനക്കാരെന്തോ ചെയ്യായിരിക്കും. എത്ര പിരിവ് കൊടുക്കുന്നതാണ്? ആ, എല്ലാ സംഘടനാ നേതാക്കന്മാരും മുമ്പ് തന്നെ ഉണ്ട്. കേട്ടത്തിന്റെ ട്യൂഷൻ ക്ലാസിന്റെ മുന്നിലത്തെ ബെഞ്ചിലാണെന്ന് മാത്രം. എനിക്ക് ട്യൂഷനൊക്കെ പോകണമെന്നുണ്ട്. വയസ്സുകാലത്ത് പോകുമ്പോൾ ആൾക്കാര് എന്തെന്നാ പറയാൻ വിചാരിച്ചിട്ട്. ആ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക. നിങ്ങൾ പണ്ട് അടിച്ചു പഠിപ്പിച്ച കുട്ടികളാണ് അപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്നത്. ഒരു പണ്ടത്തെ വാശി തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നാണ് പഴമൊഴി. ഞാൻ കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാടൊക്കെ നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും കിട്ടും. അമ്മേ, നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ 2 ആളെ പണി പോയാൽ എന്താ? ഇവളെ ശമ്പളത്തിൽ നമുക്ക് ജീവിച്ചൂടെ? ആ പരിപ്പ് വേവൂല മോനെ. അന്ന് ഞാൻ കുട്ടീനെ കൂട്ടി വിടുന്ന ഇറങ്ങും. അയ്യപ്പാ കാത്തോളണേ. സ്വന്തം സ്വർണ്ണ കാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞങ്ങളെ കാക്കുന്നത്. Yeah.